റിട്ടയർഡ് ഹൈസ്കൂൾ അധ്യാപികയും കവയിത്രിയുമായിരുന്ന വിശാലം രാജൻ അനുസ്മരണവും കവിയരങ്ങും സൗഹൃദം സെന്ററിൽ അമ്പിളി ഭവനിൽ നടത്തി. പരേതയുടെ ഛായാചിത്രത്തിനു മുൻപിൽ ദീപം തെളിയിച്ച് പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം നടത്തിയ അനുസ്മരണ സമ്മേളനം സാഹിത്യകാരൻ കുറ്റിപ്പുഴ രവി ഉദ്ഘാടനം ചെയ്തു. വിശാലാക്ഷി ടീച്ചറുടെ വ്യക്തിപ്രഭാവവും കാവ്യചാതുര്യവും ശ്രദ്ധേയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വൃത്തവും പ്രാസവുമുള്ള കവിതകൾ എഴുതുന്നവരിൽ വളരെ വിദഗ്ധയായിരുന്നു അവർ. അനുസ്മരണ പ്രഭാഷണത്തോടൊപ്പം അനുസ്മരണ സമ്മേളനത്തോടൊപ്പം ഒരു കവിയരങ്ങ് സംഘടിപ്പിച്ചത് ഏറ്റവും ഉചിതമാണ്. ടീച്ചറെ ആദരിക്കുക, അനുസ്മരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒന്ന്, ടീച്ചറുടെ അഭിലാനങ്ങൾ പ്രകാശിപ്പിക്കുക. മറ്റൊന്ന്, ടീച്ചർ പ്രകാശിച്ചിരുന്ന ആ കവിത്വ വേദിയിലേക്ക് തന്നെ പിന്തുണ ആൾക്കാർക്ക് അവസരം കൊടുത്തുകൊണ്ട് കവിത ചൊല്ലുന്നതിന്, കവിത പ്രകാശിക്കുന്നതിന് അവസരം നൽകുക എന്നീ രണ്ട് കാര്യങ്ങൾ ഓരോ സമ്മേളനം കൊണ്ട് ടീച്ചറുടെ ബഹുമുഖമായ പ്രവർത്തനത്തിൻ്റെ സവിശേഷ സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വീകരിപ്പിക്കുവാൻ പ്രവർത്തിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ചാരിതാർത്ഥ്യമുണ്ട്. അങ്ങനെയുള്ള ഒരു ഇഷ്ട സമ്മേളനത്തിൽ നമ്മുടെ ഇടയിലുള്ള നമ്മുടെ സഹോദരിയായ ഉത്തമ സുഹൃത്തായ കവയത്രിയായ നല്ല രീതിയിൽ പദ്യം ചൊല്ലുന്ന എൻ്റെ സുഹൃത്തിൻ്റെ പത്നിയായ ടീച്ചറുടെ അഭിലാനങ്ങൾ ഓർത്തുകൊണ്ട് അവരുടെ പുത്രിമാരുടെ മക്കളായ അവരുടെ സ്നേഹ പ്രസന്നമായ മുഖങ്ങൾ കണ്ടുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി, ആദരവോടുകൂടി, ബഹുമാനത്തോടുകൂടി, സ്നേഹത്തോടുകൂടി ടീച്ചറെ അനുസ്മരിക്കുന്നു. ടീച്ചറുടെ വ്യക്തിവൈഭവത്തിൻ്റെ ചില അംശങ്ങളെങ്കിലും നമുക്ക് സംശീകരിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഫലപ്രദമാകുന്നതിനുള്ള ഒരു ചുവടുവയ്പാകും എന്ന് ആമുഖമായി എന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ടീച്ചറെ പറ്റി പറയുവാൻ പലർക്കും അവസരം കിട്ടണമെന്നുള്ളതുകൊണ്ട് ടീച്ചറുടെ സന്ദേശ വിദ്യാർത്ഥിയായ അരവിന്ദൻ നിർമ്മലതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമയം മുൻകെടുക്കാനില്ല. ചുരുങ്ങിയ വാക്കുകളെക്കൊണ്ട് സെന്റർ ഡയറക്ടർ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു. അവിടെ നിന്നോട്ട് ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് സാഹിത്യ പരിപാടികളുമായി ബന്ധപ്പെട്ട് ടീച്ചറുമായി അഭേദ്യമായ ബന്ധം എനിക്കുണ്ട് എന്ന് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. ടീച്ചർ നല്ലൊരു കവയത്രിയായിരുന്നു എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. അവരുടെ കവിത എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ എഴുതുന്ന കവിത പോലെയല്ല, വൃത്തവും പ്രാസവും ഉൾക്കൊണ്ടുകൊണ്ട് ആശയസമ്പുഷ്ടമായ കവിതകളാണ് അവർ എഴുതിയത്. വൃത്തത്തിൽ തന്നെ വളരെയധികം പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് കവിത എഴുതിയ ഒരു ടീച്ചറായിരുന്നു. തിരുവനന്തപുരം ഹൈസ്കൂളിലെ മലയാളം അധ്യാപിക എന്ന രീതിയിൽ അവരെ എനിക്ക് കൂടുതൽ അറിയാൻ കഴിയില്ലെങ്കിലും അത് ജോലി ചെയ്തിരുന്നത് തിരുവനന്തപുരം ഹൈസ്കൂൾ അധ്യാപിക, മലയാളം അധ്യാപിക എന്ന രീതിയിലാണ് എന്നെനിക്കറിയാം. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി അവർ സാഹിത്യ സാംസ്കാരിക സമ്മേളനങ്ങളിൽ പങ്കെടുക്കുമ്പോഴാണ് ഞാൻ അവരെ ശ്രദ്ധിച്ചിട്ടുള്ളത്. സിനി ആർട്ടിസ്റ്റ് അരവിന്ദൻ നെല്ലുവായി മുഖ്യപ്രഭാഷണം നടത്തി. സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ഭാഷാ അധ്യാപികയായിരുന്ന വിശാലം രാജൻ വിദ്യാർത്ഥികൾക്ക് വഴികാട്ടിയായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ടീച്ചറുടെ പുത്രിമാരായ മിനി, ശ്രീജ, പ്രൊഫസർ വി പി ജോൺസ്, അബ്രഹാം കൂള, രജനി വി അനിരുദ്ധൻ എന്നിവർ പ്രസംഗിച്ചു. കവിയത്രി പ്രീത വിജയകുമാർ കവിയരങ്ങ് ഉദ്ഘാടനം ചെയ്തു. ശ്രീലത കാഞ്ഞിരക്കോട്, നിർമ്മല കോലഴി, നിഖിൽ വി എം, നീതു മോഹൻ എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. അമ്പിളി പി മേനോൻ ആലപിച്ച പ്രാർത്ഥനയോടെ ആരംഭിച്ച പരിപാടിയിൽ ഉഷ രാമചന്ദ്രൻ സ്വാഗതവും ടി എൻ നമ്പീശൻ നന്ദിയും പറഞ്ഞു. വിശാലാക്ഷി ടീച്ചറുടെ സ്മരണയ്ക്കായി കവിതാ മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകുന്നതിനും തീരുമാനിച്ചു. ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.